ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്കും ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്കും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെയും സച്ചിയുടെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. നമ്മുടെ ശ്രീകാന്തും വർഷയുടെ അമ്മയും വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു സീനാണ് കണ്ടത്. ഇതിനിടെ നമ്മുടെ സച്ചിനെ പോയി ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ലോക്ക് ചെയ്തിട്ടു നമ്മുടെ ചന്ദ്ര. സച്ചി ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നം അറിയുന്നൊക്കെ അറിയാം. ഏതായാലും ലോക്ക് ചെയ്തൊക്കെ ഇട്ടു. ഇതിനിടയിൽ ആരതിയൊക്കെ നമ്മുടെ രേവതിനെയും ശ്രുതിനെയും കൊണ്ടൊക്കെ ഇങ്ങനെ ഒഴിയിപ്പിച്ചിട്ട് ഏതായാലും പ്രശ്നങ്ങളൊക്കെ വളരെ സൗമ്യമായി തീർത്ത് നമ്മുടെ വർഷേനെ ഇവിടെ നിർത്താനാണ് ചന്ദ്രയുടെ തീരുമാനം. സമ്മതിക്കുമോ നമ്മുടെ രവീന്ദ്രൻ ഏതായാലും സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ കയറി വന്ന് ഇരിക്കൂ എന്നിങ്ങനെ വർഷയോട് പറയാ. മോളിങ്ങോട്ട് കയറി വന്നേ, മോളുടെ പേരെന്താ എന്നിങ്ങനെ ചോദിക്കുക. അപ്പൊ വർഷ പറയാണ് എന്റെ പേര് വർഷ എന്നാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അനുഗ്രഹം മേടിക്കുന്നൊക്കെ പറഞ്ഞ് കാലയിലൊക്കെ ഉന്തി വിട്ടിട്ടാട്ടോ അനുഗ്രഹം മേടിക്കുന്ന. വർഷ എങ്ങനെ ആരുടെ കാലെ പിടിച്ചോ അനുഗ്രഹം ഒന്നും മേടിക്കുന്ന കൂട്ടത്തിലല്ല. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ശ്രീകാന്തിനെ അടുത്തേക്ക് വിളിച്ചു. അപ്പൊ തന്നെ ശ്രീകാന്ത് കാലേ വീണു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ വർഷനെ ചന്ദ്ര കൂട്ടത്തങ്ങ് കാലയിലങ്ങ് വീഴ്ത്തി. ഇല്ലെങ്കിൽ ചന്ദ്രയ്ക്ക് അറിയാം കാലേ വീഴുന്ന ടൈപ്പല്ല നമ്മുടെ വർഷാന്ന്. അങ്ങനെ പോയതൊക്കെ പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പിന്നെ വർഷേ മോളെ, നിന്റെ അച്ഛൻ ഇപ്പോഴും എന്നോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിന്റെ അച്ഛൻ ഇന്നിങ്ങോട്ടേക്ക് വരാതിരുന്നത്. അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് കൊണ്ടാക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ നിന്റെ അമ്മ മാത്രമേ വന്നുള്ളൂ. അപ്പം അതുകൊണ്ട് നിന്റെ അച്ഛൻ ഇപ്പോഴും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കാണും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു അതും കൊണ്ടൊന്നും അല്ല, പറഞ്ഞതല്ലേ വർഷയുടെ അമ്മ പറഞ്ഞില്ലേ ജോലിയാ തിരക്കാ കാര്യങ്ങളൊക്കെ ആണെന്നും പറഞ്ഞ്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ മിണ്ടാതിരിക്കുക, നീ ആരെയും കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മുടെ വർഷയുടെ അമ്മ പറഞ്ഞത് അത് പിന്നെ വേറൊന്നും അല്ല, ഏട്ടന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഏട്ടന് ഇപ്പൊ വിരോധവും വെറുപ്പോ ഒന്നുമില്ല. ഞങ്ങളുടെ മകളാ, ഞങ്ങൾക്ക് അങ്ങനെ വിരോധവും വെറുപ്പും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ ഒരേ ഒരു മകളാ, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അവൾ ഇനി താമസിക്കേണ്ടത് ഈ വീട്ടിലാ. അവളുടെ അമ്മയാ, ഞാൻ അവളെ കൊണ്ടുവിട്ടാ പോരെ? അവളുടെ അച്ഛന്റെ സ്ഥാനത്തും അമ്മയുടെ സ്ഥാനത്തൊക്കെ നിന്ന് ഞാൻ അവളെ കൊണ്ടുവിട്ടിട്ടുണ്ട്. ഇനിയിപ്പം എന്റെ മോളെ നോക്കേണ്ട അവകാശം നിങ്ങൾക്കാ, നിങ്ങളെ എന്റെ മോളെ സംരക്ഷിക്കേണ്ടത്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ വന്നത് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അകത്ത് നിന്ന് പടേന്ന് ഒച്ച കേൾക്കുന്നത്. വേറൊന്നുമല്ല, ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ സച്ചി ആകെ പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ബാത്റൂമിൽ നിന്നുകൊണ്ട് സച്ചി ഇത് എന്താ കാണിച്ചു വെച്ചേക്കുന്നത്, ഇത് എന്തു പറ്റി, ആരാ പുറത്തുനിന്ന് പൂട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അടിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ കൊട്ടുന്ന ശബ്ദം കേട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു. അപ്പം രവീന്ദ്രൻ ചോദിച്ചു ഇതെന്താ ആരാ ഈ കൊട്ടുന്നത്? അത് പിന്നെ അത് വേറെ വല്ല പൂച്ചകളും വല്ലതും വന്ന അടുക്കള വല്ല പാത്രവും തള്ളിയിട്ടതായിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു പിന്നെ പാത്രം തള്ളിയിടുന്ന ശബ്ദം അല്ലല്ലോ അമ്മയെ കേൾക്കണത്, അത് എന്തോ വാതിലിൽ കൊട്ടുന്ന ശബ്ദമല്ലേ കേൾക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര വെപ്രാളപ്പെട്ടിരിക്കുക. എന്റെ ഈശ്വര ഇപ്പൊ അവനെ ഇറങ്ങി വരൂലോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ചെന്ന് പതുക്കെ അങ്ങ് ലോക്ക് എടുത്തേ. അപ്പൊ രേവതി ചോദിച്ചു ഇതാരാ രേവതി ലോക്കാക്കിയിട്ടത്? എനിക്കറിയില്ല ഇതാരാ ലോക്കാക്കിയിട്ടതെന്ന്. ഓഹോ അത് കൊള്ളാലോ എന്നും പറഞ്ഞ് രേവതിയും പേടിച്ചു വരച്ച് നിൽക്കുക. രേവതി നമ്മുടെ ശ്രീകാന്തിനെ വർഷനെ കണ്ട ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് അറിയാലോ. എന്നാൽ ഈ സമയത്ത് സച്ചി ഇങ്ങനെ വന്നു. എന്തൊരാശ്വാസമായി. ഏതായാലും ഇനി ഓട്ടം പോയേക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഹോളിൽ വന്നിങ്ങനെ നിന്നപ്പോഴാണ് പെട്ടെന്ന് ശ്രീകാന്തും വർഷയും നമ്മുടെ വർഷയുടെ അമ്മേനെയും കണ്ടത്. ഇത് കണ്ടതും അച്ഛാ ഇതെന്താ അച്ഛാ, അച്ഛൻ ഇത് കാണുന്നില്ലേ? ഇവൻ ഇവിടെ വന്നിട്ട് ഇവന് വെറുതെ വിടുന്നത്? ഇവനിട്ട് രണ്ടെണ്ണം കൊടുക്കച്ചാ, ഇവനിട്ട് രണ്ടെണ്ണം കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിടച്ചാ. എന്തിനാച്ചാ ഇവനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് ഇവളെയും കൂട്ടിക്കൊണ്ട്? നീ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നിന്റെ കാല് തല്ലി ഒടിക്കൂന്ന് ഞാൻ പറഞ്ഞല്ലേടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു സച്ചി അതെ അച്ഛൻ വിളിച്ചിട്ട് അവര് വന്നത്, നീ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കരുതെന്ന് പറയും. അപ്പൊ ആര് വിളിച്ചിട്ടാണെങ്കിലും ഞാൻ സമ്മതിക്കത്തില്ല, ഞാനിത് സമ്മതിക്കത്തില്ല. ഓഹോ അപ്പൊ എന്നെ ഇവിടെ നിന്ന് തന്ത്രപൂർവ്വം ഒഴിവാക്കിയിട്ട് മകനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താനായിരുന്നല്ലേ എന്റെ അമ്മയുടെ ഉദ്ദേശം. സ്നേഹവും അതുപോലെ കാപ്പിയൊക്കെ തരുന്നത് കണ്ടപ്പോ ഞാൻ ഓർത്തതിനോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണെന്ന് രേവതി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, എന്തോ ഇതിന്റെ പിന്നിലുണ്ടെന്ന്. അപ്പൊ അമ്മയുടെ ലക്ഷ്യം ഇവളെ വിളിച്ച് ഈ വീട്ടിൽ കയറ്റണമെന്നായിരുന്നല്ലേ? പറ്റില്ല, ഇപ്പൊ ഇറങ്ങിപ്പോക്കണം, എല്ലാം ഇപ്പൊ ഇറങ്ങിപ്പോക്കോ. അല്ല ഈ സ്ത്രീ എന്തിനാ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? എന്നെയും എന്റെ അച്ഛനെയും അപമാനിച്ച സ്ത്രീയായത്. അതുകൊണ്ട് ഒരിക്കലും ഈ സ്ത്രീനെ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇറങ്ങി പോകാനാ പറഞ്ഞത്. ശ്രീകാന്തേ നിന്റെ കെട്ടിയോളെ നിന്റെ അമ്മായിമ്മനെ വിളിച്ചോണ്ട് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു
എടാ നിർത്തുന്നുണ്ടാടാന്ന് ചോദിച്ചു. അതെന്താ അച്ഛാ, എങ്ങനെ നിർത്താനാ, അങ്ങനെ നിർത്താൻ പറ്റുമോ? അച്ഛൻ എന്ത് പരിപാടി ഈ കാണിക്കുന്നത്? ദേ അച്ഛനെല്ലാം മറന്നുപോയോ? ഞാനൊന്നും മറന്നിട്ടില്ല. ദേ എന്റെ പൊന്ന് സച്ചി, നീ ഇനി വേറൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പിന്നെ വേറൊന്നും കൊണ്ടും അല്ല, ഇവര് ഏതായാലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു വിവാഹം കഴിച്ചു. അത് കഴിഞ്ഞു പോയ കാര്യമാ. ഇനിയിപ്പൊ അത് ഓർത്ത് സങ്കടപ്പെട്ടിരുന്നിട്ടോ ഇവർ രണ്ടുപേരുടെ ഭാവി കളഞ്ഞിട്ടോ നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? അവര് ജീവിക്കട്ടെ, അവർ ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവര് ജീവിക്കട്ടെ. എനിക്ക് വേദന ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, എനിക്കും വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേക്കും എന്റെ വാശി വൈരാഗ്യമൊക്കെ പകുതി തീർന്നതാ. മരണത്തിനോട് മല്ലടിക്കുമ്പോഴൊക്കെ അറിയത്തുള്ളൂ ഈ വാശി വൈരാഗ്യത്തിന്റെ കാര്യങ്ങളൊക്കെ. സച്ചി, നീ ഇപ്പം ഒരു കാര്യം ചെയ്യ്, വഴക്കൊന്നും ഉണ്ടാക്കാതെ നിന്റെ അനിയനായിട്ട് തന്നെ അവരിവിടെ സ്വീകരിച്ച് വിളിച്ചിരുത്തുക ചെയ്യണമെന്ന് പറഞ്ഞപ്പോ, പിന്നെ അച്ഛനങ്ങോട്ട് സ്വീകരിച്ചാൽ മതി, എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല. ആഹാ, ഇതിവിടെ നടക്കുന്ന കേസല്ല. രേവതി, നീയും കൂടെ അറിഞ്ഞിട്ടാണോ ഇത്? നീയും കൂടെ അറിയും, എനിക്കറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, സച്ചേട്ടാ, എന്താ സച്ചേട്ടാ ഇത്? സച്ചേട്ടന്റെ അനിയനല്ലേ, പിന്നെ എന്തിനാ സച്ചേട്ടൻ ഇങ്ങനെ ചൂടാകണത്? ക്ഷമിച്ചൂടെ? നമുക്കല്ലേ ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ ഭാവി അത് നമ്മൾ ഓർക്കണ്ടേ? ശ്രീകാന്തിന്റെ കൂടെ വീടല്ലേ ഇത്? അവന്റെ വീട് അച്ഛനെല്ലാം മറന്നു പോവായിരിക്കും, പക്ഷെ അച്ഛൻ വേദനിച്ചത് ഞാൻ മറന്നു പോകില്ല എന്ന് പറഞ്ഞപ്പം, ദേ സച്ചി, ഞാൻ നിന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാ നീ കേക്കില്ലേ? ഈ അച്ഛൻ പറഞ്ഞ നീ കേക്കില്ലേ? ഇനി ഇവിടെ നീ ശബ്ദിക്കാൻ പാടില്ല, എല്ലാം കേട്ട് മിണ്ടാതിരുന്നാ മതി. ഈ അച്ഛൻ പറയുന്നത് കേൾക്കുമെന്നാ ഞാൻ ഓർത്തിരിക്കുന്നത്. ഇനിയിപ്പൊ ഈ അച്ഛൻ പറയുന്നത് ധിക്കരിച്ച് നീ ഇവരെ ഇറക്കി വിടാനാണെങ്കിൽ ഇറക്കി വിട്ടോ. ഈ അച്ഛനോട് ധിക്കാരം കാണിക്കാൻ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ അങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി, ഇത് പറഞ്ഞാണല്ലോ അച്ഛൻ എല്ലാ ദിവസവും എന്തെങ്കിലും കാര്യം വരുമ്പം എന്നെ പിടിച്ചു നിർത്തുന്നത്. എനിക്കറിയാം ഇതൊക്കെ ലാസ്റ്റ് നടക്കത്തുള്ളെന്ന്. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ വർഷയുടെ അമ്മയോട് പറയുന്നത്, ഏതായാലും കാര്യങ്ങളൊക്കെ ഇത്രയും വരെയായി. നിങ്ങളുടെ മകളെ ഞങ്ങള് പൊന്നുപോലെ നോക്കുവോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഇവിടെ 2 മരുമക്കളുണ്ട്. 2 മരുമക്കൾ ഉള്ളത് കൊണ്ട് തന്നെ അവരെ നോക്കുന്ന പോലെ ഞങ്ങൾ നോക്കും. പിന്നെ ഇത് ഒരു മിഡിൽ ക്ലാസ്സാ, മോള് വരുന്നത് ഒരു ഹൈ ക്ലാസ്സിൽ നിന്നാ. മോള് ഒത്തിരി സമ്പന്ന കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതിൻ്റെതായ ന്യൂനതകൾ ഇവിടെ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ അതൊക്കെ നികത്തി പോകാൻ പറ്റുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. മോൾക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുമെങ്കിൽ മാത്രം മോൾ ഈ വീട്ടിൽ താമസിച്ചോ. പിന്നെ നീ ഇച്ചിരി വലിയ ഉയർന്ന കുടുംബത്തിലാണെന്നും പറഞ്ഞുകൊണ്ടൊരു പരിഗണനയൊന്നും ഞങ്ങൾക്ക് ഇവിടെ തരാൻ പറ്റില്ല. 2 മരുമക്കൾക്ക് കൊടുക്കുന്ന അതേ പരിഗണനയും സ്നേഹവും ഒക്കെ ആയിരിക്കും നിനക്കും തരാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വർഷ പറഞ്ഞു, അങ്കിൾ എനിക്കതിന് കുഴപ്പമില്ല അങ്കിൾ, അതിനിപ്പോ എന്താ അങ്കിൾ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ടും പക്ഷെ ഇങ്ങനെ ഓവറായിട്ട് സംസാരിക്കൂല. അങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് മിണ്ടാതിരിക്കും വർഷ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. അതായത് നമ്മുടെ രവീന്ദ്രന്റെ എക്കാലും ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുന്നു. അപ്പോഴത്തേക്കാണെങ്കിലാണ് ശ്രീകാന്ത് പറയുന്നത് മിണ്ടാതിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് വർഷയുടെ അമ്മ പറഞ്ഞു, അല്ല ഈ കുടുംബത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാം, ഈ കുടുംബത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞപ്പോ അത് ഇഷ്ടപ്പെട്ടില്ല രേവതിക്ക്. രേവതി പറഞ്ഞു, ഈ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? ദേ ഞങ്ങൾ 2 പേരും ഈ കുടുംബത്തിൽ വന്നു കയറിയ പെണ്ണുങ്ങളാ. ഈ കുടുംബത്തിൽ വന്നിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല, നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ കുടുംബത്തെ താഴ്ത്തി കെട്ടുന്ന രീതിയിലൊന്നും ആരും ഇവിടെ സംസാരിക്കണ്ട. പിന്നെ നിങ്ങളുടെ മകൾ ഇവിടെ ജീവിക്കണമെങ്കിൽ ആ ഒരു സ്നേഹവും പരിഗണനയും ഇവിടുത്തെ അമ്മയും അച്ഛനും ഒക്കെ കൊടുക്കും, അതുപോലെ ഇവിടെ ഉള്ളവരും ഒക്കെ കൊടുക്കും. എല്ലാവരും കൊടുക്കും. പക്ഷെ ഇവിടെ ഈ കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങളൊക്കെ തലതിരിഞ്ഞതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ എല്ലാവരും ഒരുപോലെ അല്ലെന്നും എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞപ്പോ സച്ചിയുടെ നോക്കിയാ പറയുന്നത്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, സച്ചിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ മകൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല, സച്ചിയുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. നിങ്ങളുടെ മകൾക്ക് സച്ചിയുമായിട്ട് എന്താ പറയുക, കോർക്കേണ്ട ഒരു അവസരം വരില്ല. അത് ഞാൻ പറഞ്ഞാ പോരെ, ഞാൻ വാക്ക് തന്നാ പോരെ. അവനെ ഒരു നിഷ്കളങ്കനാ, അത് നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, പിന്നെ ഞാനൊരു നിഷ്കളങ്കനാണെന്ന് അച്ഛനോട് ആരാ പറഞ്ഞേ? ഞാൻ അത്രയ്ക്ക് നിഷ്കളങ്കനൊന്നും അല്ല, പറയേണ്ടത് ഞാൻ പറയും. അതെ, എന്റെ രക്തത്തിൽ അലിഞ്ഞുപോയി, അല്ലാതെ ഒന്നും ഒളിച്ചു വെച്ചൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിന് സച്ചി ഇങ്ങനെ നിൽക്കുക. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ വർഷയുടെ അമ്മ വർഷേനെ അവിടെ ആക്കിയിട്ട് പോവുകയാണ് കേട്ടോ. മോളെ പൊന്നുപോലെ നോക്കിക്കോണെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ഏതായാലും ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വർഷയാണെങ്കിൽ വീടും പരിസരവും ഒക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയൊക്കെ പോകാൻ തുടങ്ങുന്നു. അപ്പൊ അതിനിടയിൽ വീട്ടുകാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ആദ്യമായിട്ട് കയറി വന്ന മരുമകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ രവീന്ദ്രനും കൂടി പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊന്നും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഇതെല്ലാം ശ്രീകാന്ത് അല്ലേ ചെയ്യുന്നത്. ചായ ഇട്ട് തരും ശ്രീകാന്ത്, കാപ്പി ഉണ്ടാക്കി തരും ശ്രീകാന്ത്, പിന്നെ എന്തിനും ഞാൻ ഇതൊക്കെ അറിയണത്? നോ പ്രോബ്ലം, എനിക്കിതൊന്നും അറിയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം ഇരിക്കുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും ഞെട്ടിപ്പോവുക. അപ്പോഴത്തേക്ക് ശ്രുതിയും ഞെട്ടിട്ടോ. ശ്രുതി ഇത് ഏതുവരെ പോകും എന്റെ ഈശ്വര എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ ബാ നമുക്ക് മേള് വരെ പോകാം, ഞാൻ നിന്നെ ടെറസും വീടൊക്കെ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങ് വിളിച്ചോണ്ട് പോയിട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതിയോട് ചന്ദ്ര ചോദിച്ചു, മോളെ ഇതിപ്പോ ഇച്ചിരി വട്ടുകേസാന്ന് തോന്നല്ലോ എന്ന് പറഞ്ഞപ്പോ, അതേമ്മ ഇത് ഇച്ചിരി വട്ടുകേസാന്നാ തോന്നുന്നത്,
എന്ത് ചെയ്യാനാ, വന്ന് കേറിപ്പോയില്ലേ, ഇനിയിപ്പൊ സഹിക്കാതെ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ വർഷയോട് സച്ചി എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടെ കൊമ്പ് കോർക്കുമ്പോൾ വർഷ 2 ഹെഡ്സെറ്റ് എടുത്ത് വെച്ച് ചെവി കുത്തി കയറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അത് കേൾക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ട ഞാനല്ലേ, നിങ്ങൾ പറ എന്ന് പറയുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ വർഷയുടെ ആ ഒരു സ്മാർട്ട്നെസ് മനസ്സിലാകുകയാണ് ശ്രീകാന്തിനും ഓൾറെഡി അറിയാം. പിന്നെ മനസ്സിലാകുന്നത് ചന്ദ്രയ്ക്കും ശ്രുതിക്കൊക്കെ തന്നെയാണ്. അപ്പൊ ഇതിനിടയിൽ സച്ചിക്ക് ഒട്ടും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. സച്ചി ഒരു വിധത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. ഏതായാലും സച്ചി ഇറങ്ങിപ്പോയി. ഇത് കഴിയുമ്പോഴത്തേക്കും അവിടെ അടുത്ത ചർച്ച നടക്കുന്നത് ഇവർക്ക് റൂം വേണമല്ലോ താമസിക്കാൻ. അതായത് ആ വീട്ടിൽ മൊത്തം 3 റൂമാണുള്ളത്. നമ്മുടെ ശ്രീകാന്ത് കിടന്നുകൊണ്ടിരുന്നത് ഹോളിലാണ്. അപ്പം വേറെ അല്ലാതെ 3 റൂം ആ വീട്ടിലുള്ളത്, പിന്നെ ഒരു ഹോളേ ഉള്ളൂ. അപ്പൊ ഈ 3 റൂമിനകത്ത് ഇവർക്ക് 3 കുടുംബത്തിന് താമസിക്കാൻ പറ്റത്തുള്ളൂ. ശ്രീകാന്തും കൂടെ കൂടുമ്പം 4 കുടുംബമായി. അപ്പം ചന്ദ്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഫസ്റ്റ് നൈറ്റ് ഒക്കെ ഒരുക്കുകയോ വേണമല്ലോ. അപ്പൊ ഇവർക്ക് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ ഒരുക്കണം. ആദ്യമായിട്ട് വീട്ടിൽ കയറി വന്നാണ്. അപ്പൊ ഏത് റൂം ഒഴിച്ചിടാം, ഏത് റൂം കിട്ടും, അതൊന്നും അറിയില്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതിയുടെ മുമ്പിൽ ചെന്ന് പറയുന്നത്, നിങ്ങളുടെ റൂമിൽ നിന്ന് ശ്രീകാന്തിനും വർഷയ്ക്കും വേണ്ടി ഒരുക്കി കൊടുക്കണം. നിനക്ക് നിലത്ത് കിടന്ന് ശീലമുള്ളതല്ലേ, നിനക്ക് നിലത്ത് കിടങ്ങും ബായി കിടന്നും ഒക്കെ ശീലമുള്ളതാ. പിന്നെ സച്ചിക്കും അതേന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമൊന്നും രേവതി സമ്മതിക്കുന്നില്ല. സച്ചിയേട്ടൻ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വരുന്നതാണ്, നടുവിന് വേദനയൊക്കെ ഉള്ളതാണ്, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയാണ്. പക്ഷേ നമ്മുടെ ചന്ദ്ര രേവതിനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനെന്നാ സച്ചേട്ടനെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, വേണ്ട, സച്ചി ഇവിടെ വന്നിട്ട് അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആ റൂമില് ആ ഒരു ഫസ്റ്റ് നൈറ്റിന്റെ അലങ്കാരങ്ങളൊക്കെ നമ്മുടെ രേവതി തന്നെയാണ് ചെയ്യുന്നത്. വൈകിട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി കടന്നു വരുന്നു. അപ്പം വർഷയും ശ്രീകാന്തും ആ വീട്ടിലില്ല. വർഷയും ശ്രീകാന്തും ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങ് പോയി. അപ്പം കടന്നു വരികയാണ് നമ്മുടെ സച്ചി നേരെ റൂമിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ദേ കിടക്കുന്നു, പൂവൊക്കെ ഇട്ടപ്പോൾ ലൗച്ച് നല്ല ഹാർട്ട് ചിഹ്നമൊക്കെ വെച്ചിട്ട് പൂവൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് കണ്ടതും രേവതി എന്താ ഇത്, ഇന്ന് നിനക്ക് പൂ മിച്ചം വന്നല്ലേ, അതുകൊണ്ടാണല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്. അല്ല, ഈ വഴക്കൊക്കെ കൂടിക്കഴിഞ്ഞ് ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഭാര്യമാര് വഴക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് വേണ്ടി ചെയ്തു തരൂലോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ, നമുക്കൊരു സ്നേഹം തോന്നാനൊക്കെ വേണ്ടി, അതുപോലെ ചെയ്തു വെച്ചേക്കുന്നല്ലേ നീ, എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ആ പൂവൊക്കെ പിടിച്ച് ഇങ്ങനെ എറിയാണ്. അപ്പൊ രേവതി പറഞ്ഞു, എന്റെ സച്ചിയേട്ടാ ആ പൂ അവിടെ ഇട്ട്, ഞാനത് വൃത്തിയായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാ. അതിനിപ്പോ എന്താ, നമ്മൾ ഇതിൽ കയറി കിടന്നാലും ഈ പൂ പോകും, പിന്നെന്താ കുഴപ്പം. അതെ, ഇത് നമുക്ക് കിടക്കാനുള്ളതല്ല. നമുക്ക് കിടക്കാനുള്ളതല്ലെങ്കിൽ പിന്നെ ഇത് ആർക്ക് കിടക്കാനുള്ളതാ? ഇതേ നമ്മുടെ ശ്രീകാന്തിനും വർഷയ്ക്കും കൂടെ ഒരുക്കിയതാ. ശ്രീകാന്ത് വർഷം ഇന്ന് ഇവിടെയാണോ കിടക്കണത്? ഇത് ഇന്ന് എന്റെ റൂമല്ലേ, ഇവിടെ എങ്ങനെ ശ്രീകാന്ത് വർഷം കിടക്കും? അതൊന്നും നടക്കുന്ന കേസല്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ലെന്ന് പറഞ്ഞപ്പം അത് നടക്കുന്ന കേസ് തന്നെയാ. എന്റെ പൊന്ന് സച്ചേട്ടാ, ക്ഷമിക്ക്, ഇന്നത്തെ ഒരു ദിവസത്തിന് ക്ഷമിക്ക്. അവരുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, എന്നാ ഫസ്റ്റ് നൈറ്റ് ആണെങ്കിലും എന്നാ ലാസ്റ്റ് നൈറ്റ് ആണെങ്കിലും ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങോട്ട് തുടങ്ങി, അലമ്പും അങ്ങോട്ട് തുടങ്ങി. അവിടെ നിന്ന് നമ്മുടെ ചന്ദ്ര ഓടി വന്നിട്ട് എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും, മിണ്ടാതിരിക്കട്ടെ, ഇപ്പൊ അവര് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലേ, നീ എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് അലക്കുന്നത്, നിനക്ക് മാറിപ്പോയി കിടന്നാൽ എന്താ ഇത്ര കുഴപ്പം ഇരിക്കുന്നത്, ഇന്ന് ഒരു ദിവസത്തേന് മാറിക്കൊടുത്താൽ എന്താ കുഴപ്പം ഇരിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്കും, പിന്നെ ഒരു ദിവസത്തേന് മാറിക്കൊടുക്കാനാണെങ്കിലേ ഇവരെ വിളിക്കുക എന്ന് പറഞ്ഞ് നേരെ സുധീനെ വിളിക്കുകയാണ്. സുധിയുടെ ഡോർ ചെന്നിങ്ങനെ കൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിയും കൂടെ ഇറങ്ങി വന്നു. എന്നിട്ട് എന്താന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പറഞ്ഞു, അതെ, ഈ റൂം അവർക്ക് കൊടുക്ക, ഞങ്ങളുടെ റൂം അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ഏത് റൂം? ഞങ്ങളുടെ റൂമോ? ഞങ്ങളുടെ റൂമൊന്നും കൊടുക്കത്തൊന്നുമില്ല. ശ്രുതി കയറിപ്പോ, നമുക്ക് നാളെ രാവിലെ ബ്യൂട്ടി പാർലറിൽ പോകണ്ടേ? നമുക്കോ ഒന്ന് ശ്രുതി ചോദിച്ചപ്പോ, അല്ല, നിനക്ക് ബ്യൂട്ടി പാർലറിൽ പോകണ്ടേ, എനിക്ക് കാർ ഷോറൂമിൽ പോകണ്ടേ, ബാ നമുക്ക് കയറി കിടക്കാന്ന് പറഞ്ഞ് രണ്ടും കൂടെ കയറി അങ്ങോട്ട് വാതിലും അടച്ചു. കയ്യൊക്കെയുള്ള കാര്യക്കാരെന്ന് പറയുന്ന പോലെ നമ്മുടെ സച്ചിക്ക് അവിടെ പ്രശ്നമായിട്ടോ. ലാസ്റ്റ് രേവതി അതും ഇതും ഒക്കെ പറഞ്ഞ് ഒരു വിധത്തില് സമ്മതിപ്പിക്കാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ഒരു വിധത്തിലാണ് സമ്മതിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ സോറി, നമ്മുടെ മൈക്ക് ഒന്ന് കൈതൊട്ടിപ്പോയതാട്ടോ. അങ്ങനെ പാവം നമ്മുടെ സച്ചി ലാസ്റ്റ് ടെറസിന്റെ മണ്ടേ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി നടക്കുകയാണ്. എന്റെ ദൈവമേ, എനിക്കാണല്ലോ എല്ലാ പാരയും വരുന്നത്, ഇത് രേവതി കാരണം തന്നെ, അവളെല്ലാം അങ്ങോട്ട് സമ്മതിച്ചങ്ങോട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പാവം കിടക്കാൻ പോലും സ്ഥലമില്ലാതെ നടപ്പുണ്ട്. ഇതേസമയം ഫസ്റ്റ് നൈറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ് നമ്മുടെ ശ്രുതിയും ചന്ദ്രയും രേവതിയും ഒക്കെ ചേർന്ന്. അപ്പൊ അവര് കടന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയോട് പറയുകയാണ്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ, മോള് പോയി കുളിക്കാൻ പറയുമ്പോ ഇന്നത്തെ ദിവസത്തിന് എന്നാ പ്രത്യേകത ഇരിക്കുന്നത്, എന്താ ശ്രീകാന്തെ പ്രത്യേകത എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, എനിക്കും അറിയില്ല, എന്താ അമ്മ പ്രത്യേകത? പൊട്ടി പിള്ളാരെ, നിങ്ങൾക്ക് അറിയത്തില്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നാന്ന്? ഇന്ന് ശാന്തി മുഹൂർത്തം അല്ലേ? ശാന്തി മുഹൂർത്തോ? അല്ല, ആ മുഹൂർത്തം കഴിഞ്ഞതല്ലേ? അങ്ങനെ ഒരു മുഹൂർത്തം നോക്കിയിട്ടല്ലേ ഞങ്ങൾ വിവാഹം കഴിച്ചത്.
എന്താ എന്താ അമ്മ പറയുന്നത്? അപ്പോഴത്തേക്കും വീണ്ടും ചന്ദ്ര പറഞ്ഞു, മോളെ ഇത് ഇത് പൊട്ടിയായി പോയല്ലോ ശ്രുതി, നീ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് അകത്തേക്ക് കയറി പോയിട്ടോ. സച്ചിയുടെ റൂമിനകത്താ നിങ്ങൾ ഇന്ന് കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആദ്യം നമ്മുടെ ശ്രീകാന്ത് വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അകത്ത് കയറി പോയി നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ ശ്രീകാന്തിന് മനസ്സിലായി ഫസ്റ്റ് നൈറ്റിന്റെ ആ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചേക്കാതെ. എന്നിട്ട് നമ്മുടെ വർഷയ്ക്ക് പിടികിട്ടിയില്ല. ലാസ്റ്റ് ചന്ദ്ര അതും ഇതും ഒക്കെ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. എന്നിട്ട് ശ്രുതി പറഞ്ഞു കൊടുക്കാതെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് തലമുറകളൊക്കെ വേണ്ടേ, അപ്പൊ അതുകൊണ്ട് ഉള്ള ചടങ്ങില്ലേ നമ്മുടെ ആ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞപ്പോ തലമുറകളോ? ആ തലമുറകള് ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറ കുറവാ, ശരിയാണ്. എന്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ കുടുംബത്തിൽ ഇനി എന്തിനാ തലമുറ? അല്ല, അച്ഛനും അമ്മയും ഇത്രയും തലമുറ ഉണ്ടല്ലോ. ഇപ്പം ദേ നമ്മുടെ സുധിയേട്ടനുണ്ട്, സച്ചിയുണ്ട്, ശ്രീകാന്ത് ഉണ്ട്. ഇനി എന്താത്തിനാ കൂടുതൽ തലമുറ? ഇനിയും തലമുറ വേണോ നിങ്ങൾക്ക് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. ഒന്നും അറിയാത്ത പോലെ എന്ന് പറഞ്ഞാല് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് ശ്രുതി പറഞ്ഞ, അതല്ല വർഷ, ഫസ്റ്റ് നൈറ്റ്. ഓ ഫസ്റ്റ് നൈറ്റോ? ഷോ, എങ്കിൽ പിന്നെ അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു ഡയറക്റ്റ് ആയിട്ട്. അതിനിത്ര നീട്ടിക്കുറുക്കി നാണിച്ച് പറയേണ്ട കാര്യമല്ലോ കേട്ടോ. അതെ, ഫസ്റ്റ് നൈറ്റ് ഒക്കെ ഞങ്ങളുടെ കഴിഞ്ഞതാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്രയാണെങ്കിൽ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞോ? ആ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു. അല്ലേ ശ്രീകാന്തേ നീ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്തിന് നാണമായിട്ട് ശ്രീകാന്ത് വാതിലും അങ്ങ് അടച്ചു കേട്ടോ. അപ്പോഴത്തേക്കും വർഷ കുളിക്കാൻ വേണ്ടി അങ്ങ് പോവുകയും ചെയ്തു. അപ്പോഴത്തേക്കാണെങ്കിൽ കിളി പാറി നിൽക്കുക ചന്ദ്ര ശ്രുതിയോട് എന്ന് പറഞ്ഞു, അയ്യോ മോളെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞോ? ആ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു എന്നാ പറഞ്ഞത്. ഇനി കല്യാണത്തിനാണോ, കല്യാണം കഴിഞ്ഞാണോ മുമ്പാണോ എന്നൊന്നും അറിയില്ലല്ലോ അമ്മേ. അയ്യോ എന്റെ മോന് കല്യാണത്തിന് മുമ്പ് അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ അമ്മയുടെ മോന് ഇപ്പോഴും കൈ ഇങ്ങനെ വായിക്കകത്ത് വിരൽ വെച്ചോണ്ട് നടക്കുന്ന ഇള്ളാപ്പിള്ളയൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഇല്ല എന്റെ മോനെ അങ്ങനെയൊന്നും ചെയ്യില്ല, പാവം എന്റെ മോനെ, എനിക്കറിയാം. അയ്യോ ഇത് വലിയ പാവോ പുണ്യാളിനൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ അതിൻ്റെതായ രീതിയിൽ അന്ന് നടന്നു പൊക്കോളൂ അമ്മേ. എങ്കിലും കല്യാണത്തിന് മുമ്പ് അങ്ങനെ നടന്നിട്ടുണ്ടായിരിക്കും ശ്രുതി മോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡൗട്ട് അടിച്ച് നടക്കാണ്. ഏതായാലും പാലൊക്കെ ഇങ്ങനെ കാച്ചി വെച്ചിരിക്കുന്ന പാലൊക്കെ നമ്മുടെ സച്ചി എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനിയും കുറെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പൊ തന്നെ 10-16 മിനിറ്റ് ആയി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂട്ടി അങ്ങോട്ട് പറയാത്തത്. അപ്പൊ നമുക്കിനി നാളത്തെ കഴിഞ്ഞൊക്കെ ആയിട്ടിടുന്ന വിശേഷത്തിൽ ബാക്കി വിശേഷങ്ങൾ അറിയാട്ടോ. അപ്പൊ നാളെ ഇവിടം വരെ ഒന്നും പോകത്തില്ലായിരിക്കും. നാളെ ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞ ആ ഭാഗത്തോടെയൊക്കെ ആയിരിക്കും. ഇതിൽ ഇത്രയും ഭാഗമൊന്നും കാണിക്കത്തില്ലായിരിക്കും നാളെ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു വിശേഷവുമായിട്ട് കാണാം. നയനിയുടെയും ആദർശിന്റെയും പ്രമോവിശേഷവുമായിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.